ഹായ് എവരിവൺ, എല്ലാവർക്കും ഓർ ടേസ്റ്റ് ബഡ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജൂബി. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടകയായ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ ടൈറ്റിൽ കണ്ടതുപോലെ നമ്മൾ ബാംഗ്ലൂരായിരിക്കും. അപ്പോൾ അവിടെ അങ്ങോട്ട് പോകുന്ന യാത്രയിലെ കാഴ്ചകളും ഞങ്ങൾ താമസിക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്ലാറ്റിൻ്റെ കാഴ്ചകളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ 9 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേരെയും കൊണ്ട് പോകുന്നുണ്ട്, ഫാമിലി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നിർത്തിയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഒക്കെ നിർത്തണം, അല്ലാതെ ഇടയ്ക്കൊന്ന് നിർത്തി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പം പോരാത്തതിന് ഇപ്പോൾ പലയിടത്തും മഴയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ മഴയിൽ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാലും നമുക്ക് അധികം സന്ധ്യ ആകാതെ തന്നെ ബാംഗ്ലൂർ എത്താൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകളുണ്ട് പോകുന്ന വഴിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. മണിയാകാറായി. അപ്പോൾ നമ്മൾ കുതിരാനിലെത്തി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും തീരെ നമ്മൾ സാധാ രാവിലേക്ക് ഇറങ്ങുമ്പോൾ റോഡ് കാലിയാന്നൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുപോലെ അല്ലായിരുന്നു, അത്യാവശ്യം വണ്ടികളുണ്ട്, എന്നാൽ വലിയ ട്രാഫിക് ഇല്ലായിരുന്നു മാത്രം. അങ്ങനെ നമ്മൾ കുതിരാനിലെത്തിയിട്ടുണ്ട്. ഇപ്പം കുതിരാൻ ടണലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുതിരാൻ കഴിഞ്ഞൊരു വടക്കഞ്ചേരി എത്താറാകുമ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇടയ്ക്കൊന്നും നിർത്താതെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വടക്കഞ്ചേരി മംഗലംപാലത്തിനടുത്തുള്ള ശരവണ ഭവൻ ഒരു ഹോട്ടലാണ്. നമ്മുടെ NH സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡയാനയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ്. അപ്പോൾ ഇതുവഴി പോകുന്നതായിട്ടുള്ളവർക്കറിയാം. അപ്പോൾ എൻ്റെ വീടിനടുത്താണ്, പക്ഷേ ഞാനിതുവരെ കയറിയിട്ടില്ല ഈ ശരവണ ഭവനിൽ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് ഫ്രഷ് ആകുന്ന ബാത്റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ കയറുകയാണ് കേട്ടോ. നമ്മളിപ്പം 8 മണി കഴിഞ്ഞു ശരവണ ഭവനിലേക്ക് കയറിയപ്പം. അതുകൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഒത്തിരി പേര് ഗുരുവായൂർ പോകാനും അങ്ങനെ പല സ്ഥലത്തേക്ക് പോകുന്നവരുണ്ടായിരുന്നു. കുറച്ച് പേരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അകത്തെ വീഡിയോ ഒന്നും എടുക്കാൻ ചെയ്തു കേട്ടോ. നമ്മൾ വാളയാർ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ലെഫ്റ്റ് സൈഡിൽ ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോയിലെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ സമയമായതുകൊണ്ട് ഇതൊരു മഴക്കാലം മഞ്ഞുകാലത്തിൻ്റെയൊക്കെ ഒരു മിക്സിംഗ് ആയിട്ട് നല്ല ക്ലൗഡി ക്ലൈമറ്റ് വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളം കുടിക്കുന്നതനുസരിച്ച് പിന്നെ ബാത്റൂമിൽ പോകാൻ നമ്മൾ നിർത്തേണ്ടി വരും. പിന്നെ നമ്മൾ ടോട്ടലി ഒന്ന് ടയേർഡാവും. പക്ഷേ ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റാണ്. നമുക്ക് ട്രാവൽ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ്. ഇടയ്ക്ക് മൂടൽമഞ്ഞും അങ്ങനെയൊക്കെ ഒരു തണുപ്പിൻ്റെ ഇടയ്ക്ക് മഴ, അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബോറിങ്ങും ഇല്ല. നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മഴ ഇടയ്ക്കുള്ളിടത്ത് ഞാൻ ഇടയ്ക്ക് വീഡിയോ കുറച്ച് ഷൂട്ട് ചെയ്തില്ല. അതല്ലാതെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ട്രാവൽ ചെയ്യാൻ പറ്റി നല്ല അടിപൊളി ക്ലൈമറ്റാണ്.
കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തോർന്ന് നിൽക്കുകയാണ്. എന്നാലും വെയിലില്ലല്ലോ എല്ലായിടത്തും എല്ലായിടത്തും ഒന്നെങ്കിലും മഴ അല്ലെങ്കിൽ ഒരു ക്ലൗഡി ആയിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. നമുക്ക് ലഞ്ച് കഴിക്കേണ്ട സമയമായി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു A2B കണ്ടു സേലത്തിനടുത്ത്. അപ്പോൾ എന്തായാലും അവിടെ കയറി ലഞ്ച് കഴിച്ചിട്ടാണ് പോകാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിനോട് സംബന്ധിച്ച് കുറച്ച് ടോയ്സ് ഷോപ്പും ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ മോനും ഭയങ്കര ഹാപ്പിയായി. ടോയ്സും കൂടെ മേടിക്കണം പറഞ്ഞാണ് ആശാൻ ഇറങ്ങിയേക്കണേ. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഈ ഒരു 12:30 ആ ഒരു സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം തിരക്കില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. 2 സെക്ഷനായിട്ടാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിപ്പം ഈ ഒരു ഭാഗത്ത് ആരും ഇല്ലാത്തൊരു ഭാഗത്തേക്ക് മാറിയിരുന്നു. കൊച്ചിനെ കിടത്താനുള്ള കംഫർട്ടായിട്ട് സെറ്റ് ഒക്കെ ഉണ്ട് ഈ സൈഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയിരുന്നത്. അപ്പോൾ വലിയ തിരക്കില്ല, എന്നാലും നല്ല ടേസ്റ്റ് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നുണ്ട് ഇവിടെ. ഇവിടെ കയറിയപ്പോൾ തന്നെ എൻട്രൻസിൽ സ്വീറ്റ്സ് വിൽക്കുന്നുണ്ട്. അപ്പോൾ മോൻ കുറച്ച് സ്വീറ്റ്സും മേടിച്ചുകൊണ്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നല്ല ഒരു പനീർ ബിരിയാണിയും മഷ്റൂം ബിരിയാണിയും പിന്നെ ജ്യൂസും പറഞ്ഞിരുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അത് കഴിച്ച് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഇവിടെ ടോയ്സ് ഷോപ്പ് കണ്ടപ്പം ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് കയറി ടോയ്സ് മേടിക്കാൻ വേണ്ടി. ടോയ്സ് മേടിച്ച് നമ്മൾ വീണ്ടും യാത്ര ചെയ്യണം. നല്ലൊരു ക്ലൈമറ്റായിട്ട് മോള് സുഖമായിട്ട് കിടന്ന് വണ്ടിയിരുന്ന് ഉറങ്ങുകയാണ്. ആശാൻ ഇതുപോലെ ഇരുന്ന് വണ്ടിപ്പം മേടിച്ച കാറും വണ്ടിയിൽ കുറച്ചല്ലാതെ ടോയ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചിന് വേണ്ടി. അപ്പോൾ അവിടെ ഇരുന്ന് അവൻ കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് വലിയ ഡിസ്റ്റർബൻസും ഇല്ലായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് ഇതുകൊണ്ട് അവനും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, അവളും നല്ല ഉറക്കം തന്നെയായിരുന്നു. പിന്നെ അവൻ ഇരുന്ന് കളിക്കുകയും ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് പിള്ളേരെ കൊണ്ട് പോയതുകൊണ്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നമ്മൾ താമസിക്കാൻ വേണ്ടി ബാംഗ്ലൂർ airbnb എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആപ്പ് വഴി ബുക്ക് ചെയ്തിരിക്കുന്നതാണ് ഒരു ഫ്ലാറ്റ്. അപ്പോൾ 2 ബെഡ്റൂം ഉള്ളൊരു ഫ്ലാറ്റാണ് നമ്മൾ ഒരു മാസത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ജമന്തി പൂക്കൾ കൃഷി ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മഞ്ഞ കളറിൽ കാണുന്നത് ജമന്തി പൂക്കൾ ഇങ്ങനെ കൊലകൊലയായിട്ട് കാഴ്ച നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർ നെറ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ താമസിക്കുന്ന വെസ്റ്റാ ലഷസ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലാറ്റിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൻ്റെ 4th ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് കയറി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും കൂടെ ഒരു ഹാളാണ്. നല്ല വിശാലമായ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് 2 ബെഡ്റൂമിൻ്റെ. അപ്പോൾ നമുക്ക് ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും കൊണ്ടുവരേണ്ടി വരില്ല. നമുക്ക് ഫുഡ് ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി. പിന്നെ നമുക്കുള്ള നമ്മുടെ ക്ലോത്തും അതുപോലെയുള്ള അക്സസറീസും മാത്രം കൊണ്ടുവന്നാൽ മതി. നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഫ്ലാറ്റിലുണ്ട്. ഇപ്പോൾ കറണ്ട് പോയാൽ പോലും നമുക്കിവിടെ ഇൻവെർട്ടർ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാംഗ്ലൂർ ഇതുപോലെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫ്ലാറ്റ് ചൂസ് ചെയ്യാം. 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. അതുപോലെ 2 ബാത്റൂമും ഉണ്ട്. ഒന്ന് മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡാണ്, പിന്നെ ഒരു കോമൺ ബാത്റൂം ഉള്ളത്. കിച്ചണിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടുന്ന പാത്രങ്ങളെല്ലാം ഉണ്ട്. സുഖമായിട്ട് ഒരു ഫാമിലിക്ക് ഞങ്ങളിപ്പോൾ ഒരു മാസത്തേക്ക് താമസിക്കുന്നത്, അതുപോലെ താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജുണ്ട്, അതുപോലെ തുണി വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള വാഷിംഗ് മെഷീനുണ്ട്, ഗ്യാസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഫ്ലാറ്റിലുണ്ട്.
പിന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് വൈഫൈ ഉണ്ട്, അതുപോലെ വർക്കിംഗ് ടേബിളും ചെയറും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡ്, പിന്നെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ മുന്തിരിത്തോട്ടം. പിന്നെ സൈഡിലൊക്കെ നല്ല ഫ്ലാറ്റ് ഉണ്ട്, നല്ലൊരു വ്യൂ ആണ്, നല്ല മനോഹരമായ നല്ല വ്യൂ. ഇവിടെ നിന്ന് ചായ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും ഒരു ക്ലൗഡി ക്ലൈമറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഈ ബെഡ്റൂമുകളും ബാത്റൂമും കൂടെ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഒരു കോമൺ ബാത്റൂം. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ബെഡ്റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ബെഡ്റൂമിൽ അതുകൊണ്ടാണ് നമ്മൾ ഷീറ്റൊന്നും വിരിക്കാത്തത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഷീറ്റും പില്ലോയും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാങ്കറ്റും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വരുന്നവർക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ ഹെയർ ഡ്രയറുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു റൂമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഉപയോഗിക്കുന്ന റൂം ഇതാണ്. അപ്പോൾ 2 ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്ഷീറ്റൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നാണെങ്കിൽ നമുക്ക് ബാൽക്കണിയിലോട്ടൊരു ആക്സസ് ഉണ്ട്. സെയിം ബാൽക്കണി തന്നെയാണ്, നമ്മളിപ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് ഇറങ്ങിയ അതേ സെയിം ബാൽക്കണി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും കൂടെ ആ ബാൽക്കണിയിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് മാത്രം. പിന്നെ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡാണ് ഒരു ബാത്റൂം ഉള്ളത്. മറ്റേ ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. ഈ ബാത്റൂം വിശാലവും കൂടാണ്. മറ്റേത് നമുക്ക് നോർമൽ ഒരു ബാത്റൂം, പക്ഷേ ഈ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അല്പം നല്ല വലിപ്പമുള്ള ബാത്റൂം. അപ്പോൾ നമുക്ക് പിള്ളേരെയൊക്കെ കുളിപ്പിക്കാനൊക്കെ എന്തെങ്കിലും ടബും ഒക്കെ വെക്കാനാണെങ്കിലും വളരെ സൗകര്യമുണ്ട്. നല്ല വിശാലമായ ഒരു ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ അകത്തൊരു വാഷ് ബേസിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബെഡ്റൂമിൻ്റെയും ബാത്റൂമിലെയും കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വർക്കിംഗ് ടേബിളും ചെയറും. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും സൗകര്യമാണ്. പിന്നെ കുറച്ച് ഹോം റൂൾസൊക്കെ ഉണ്ട്, അത് ഇവിടെ താമസിക്കുന്നവർക്ക് ബാധകമാണ്. അല്ലാതെ ബാക്കിയെല്ലാം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വെറൈറ്റി വീഡിയോയും അതുപോലെ ബാംഗ്ലൂരിലെ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.